ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്ന യുദ്ധമാണോ? ഗ്രാൻഡ് ഫിനാലെ വരെ മുട്ടൻ അടികൾക്ക് സാധ്യത കാണുന്നുണ്ടോ? ഇന്ന് ആരൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ കയറുന്നത്? അതുപോലെ തന്നെ ആദിലയും നെവിനും മിഡ് വീക്ക് എവിഷനിലൂടെ പുറത്തേക്ക് പോകുമോ? എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഡേ 94 രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 3:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അത് നമുക്ക് ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ ഷാനവാസ് ആ പ്രശ്നത്തിൽ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഷാനവാസാണ് പറയുന്നുണ്ട്, വളരെ പേഴ്സണലായിട്ട് എടുത്തിരിക്കുകയാണ് ഞാൻ, എനിക്കത് വിടാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ ആദിൽ നൂറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ ഇട്ട് വളർത്തിയ 2 പിള്ളേരാണ്, ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെ ആക്കി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ നടന്നിരുന്നതാണ് എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷാനവാസ് ആദിൽ നൂറിനെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം അപ്പുറത്തിരുന്ന് നമ്മുടെ ആദിൽ നൂറിയ ഷാനവാസിനെ പറ്റിയും കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഒട്ടും കുറേ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആദിലയും നമ്മുടെ അക്ബറും കൂടി ഒന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അക്ബറിനോട് നമ്മുടെ ഷാനവാസിൻ്റെ കുറ്റങ്ങൾ മൊത്തം ആദില അക്ബറിനോട് വിളമ്പുന്നുണ്ട്. അപ്പോൾ അതേസമയം അക്ബർ പറയുന്നുണ്ട്, അനീഷ് മൊത്തം ഫേക്കാണ് ഇവിടെ കളിക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെ അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ ആദിലോടാണ് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം ആദിൽ നേരെ പോയിട്ട് നൂറയോട് അക്ബർ ഇവിടെ മൊത്തം വെളുപ്പിക്കാൻ നോക്കുകയാണെന്നുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് തന്നെ നൂറയോട് പറയുന്നുണ്ട്. അക്ബറിനെ പറ്റി അവിടെ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പരദോഷവും കാര്യങ്ങളൊക്കെ പറയായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ ഇന്ന് രാവിലെ 7 മണിക്ക് തന്നെ കുറച്ച് പേരൊക്കെ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ എഴുന്നേൽക്കുന്നത് തന്നെ എല്ലാവരും അതായത് ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ബെഡ്റൂമിനകത്തൊക്കെ പുറത്ത് സോഫയൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ അപ്പാനി ഇതുവരെയും വന്നതിന് ശേഷം നമ്മുടെ ബിൻസിയോട് സംസാരിച്ചിട്ടില്ല. ബിൻസി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നില്ല. പക്ഷേ ബിൻസി ഇന്ന് രാവിലെ അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അപ്പാനിയോട് ചോദിക്കുന്നുണ്ട്, എന്തായിട്ടാ തിരിഞ്ഞു നോക്കാത്തതെന്ന് ബിൻസി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പാനി അപ്പോഴും മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നെവിനിരുന്ന് പറയുന്നുണ്ട്, എൻ്റെ പൊന്നോ, ഇനി അടുത്ത് വല്ലതും നിൽക്കുന്നത് കണ്ടാൽ അത് വേറെ വല്ലതും അനുമോട് വേറെ വല്ലതും പറഞ്ഞുണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ ആംഗിൾ നോക്കിയപ്പോൾ ഇങ്ങനെ തോന്നി എന്നൊക്കെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തന്നെ ആകെ തകർന്നു പോയ ഒരു അവസ്ഥയിലാകും. അതായത് പുള്ളിക്കാരിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല, ആൾക്കാരുടെ ജീവിതം തകർന്നാൽ ഒരു കുഴപ്പമില്ല എന്ന് നെവിൻ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയ്യോ എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ച് പോവുകയാണ്, ജീവിതം നശിപ്പിക്കല്ലേ എന്ന രീതിയിൽ അപ്പാനി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം രഞ്ജിത്ത് നമ്മുടെ അനീഷിൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ രഞ്ജിത്ത് ഷാനവാസിനോട് സംസാരിക്കുന്നുണ്ട്, മെഡിക്കൽ കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിക്കുന്നത്, അതിൻ്റെ ഇഷ്യൂവിനും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ഈ ഹാർട്ടിൻ്റെ പ്രശ്നമൊക്കെ എടുത്തിടുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എൻ്റെ നെഞ്ചിലേക്ക് ഈ കവർ ഇട്ടപ്പോൾ ഞാനിവിടെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല, ബിഗ് ബോസിനോട് ഒരു കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് വയ്യാതെ ആയതും ഹോസ്പിറ്റലൈസ് ആയതൊക്കെ ഞാൻ നെവിനെ പുറത്താക്കേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ അത് ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞ് ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. വലിയ കാര്യങ്ങളായിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊന്നും മോർണിംഗ് തന്നെ കിട്ടുന്നില്ല. അപ്പോൾ പിന്നീട് അവർക്ക് മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുന്നുണ്ട്. മോർണിംഗ് ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ വളരെ രസകരമായിട്ടുള്ളൊരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. ക്യാമറയിൽ പെട്ടുപോയി വേണ്ടായിരുന്നു എന്ന് തോന്നിയ ഇൻസിഡൻറ്റ് ഏത്, അതുപോലെ തന്നെ ക്യാമറയിൽ വന്നു പോയല്ലോ എന്ന് എൻ്റെ സീൻ എന്ന് തോന്നിയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും അവരുടേതായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതാണ് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് നടക്കുന്നത്. വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് ആരൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജിഷിൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രവീൺ, റെന, അബി ഇവരൊക്കെ വരുന്ന ഒരു പ്രൊമോ വന്നിരുന്നു. അവരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈവിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലൈവ് നോക്കിക്കഴിഞ്ഞാൽ അവർ കാണാൻ സാധിക്കും. ഇപ്പോൾ അവർ ലൈവിനകത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ രഞ്ജിത്ത് അനുവിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട്. അനു കിച്ചണിൽ കുക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രഞ്ജിത്ത് പോയിട്ട് അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കിച്ചണിൽ കയറില്ലെങ്കിലും അനുവിന് ഇതൊക്കെ അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, കുക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ രഞ്ജിത്ത് പറയുന്നത്, ഓ കണ്ടിട്ടുണ്ട്, അപ്പോൾ കണ്ടു പഠിച്ചതാണ്, ഓ പഠിച്ചു, പഠിച്ചിട്ടാണ് ചെയ്യുന്നത്, ഓ ശരി, അപ്പോൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ അതിനൊന്നും പറയാൻ പറ്റില്ല, കണ്ടു പഠിച്ചു കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും തന്നെ അതിനകത്തില്ല, വേറെ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ഞാൻ വേറെ ഒന്നും എഴുതിയിട്ടില്ല.
ഇനി മിഡ് വീക്ക് എഡിഷനിൽ ആരൊക്കെയാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേര് പോകാനാണ് സാധ്യത. കാരണം നമ്മുടെ ഏഷ്യാൻ്റെ ഭാഗത്തൊരു പോസ്റ്റർ വന്നിരുന്നു, ടോപ്പ് 5 പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റർ വന്നിരുന്നു. അത് തന്നെയാണ് ഒരു എക്സാമ്പിൾ. അപ്പോൾ ടോപ്പ് 6 അല്ല, ടോപ്പ് 5 ആണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും മിഡ് വീക്ക് എവിക്ഷനിൽ 2 ഡബിൾ എവിക്ഷൻ നടക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒന്നല്ലെങ്കിൽ ലാലേട്ടൻ വരുമ്പോൾ ഒരാളെ പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കാം, മിഡ് വീക്ക് എവിഷനിലൂടെ 2 പേര് പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ മിഡ് വീക്ക് എവിഷനിലൂടെയും ഒരാൾ ലാലേട്ടൻ വന്നിട്ട് കൊണ്ടുപോകുന്നതായിരിക്കാം. എന്തായാലും നമുക്ക് നോക്കാം. അതൊക്കെ വരുമ്പോൾ ഞാൻ അതുമായിട്ട് നിങ്ങളുടെ കൂടുതൽ ഡിസ്കസ് ചെയ്യാം നമുക്കത്. ഇനി ആരൊക്കെ സേവ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ് സേവ് ആയിരിക്കും, അതുപോലെ തന്നെ അനു, നൂറ, ഷാനവാസ്, ഈ 4 പേരും സേവ് ആകാനുള്ള സാധ്യതയാണ്. കാരണം അത്യാവശ്യം കണ്ടന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ 4 പേരും. ഇനി സാധ്യതകൾ, അതായത് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ഇപ്പോൾ അക്ബർ, ആദില, നെവിൻ, ഇവർ 3 പേരാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഇതിൽ ഒന്നല്ലെങ്കിൽ നെവിൻ ടോപ്പ് 5ലേക്ക് വരാം, അല്ലെങ്കിൽ അക്ബർ വരാം, ടോപ്പ് 5ലേക്ക് വന്നേക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ പുറത്തേക്ക് പോകുന്നത് ആദിലും നെവിനായിരിക്കാം. ഇങ്ങനെയും സംഭവിക്കാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്തായാലും മിഡ് വീക്ക് എവിഷന് 2 പേര് പോകാനാണ് സാധ്യതകൾ കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിഡ് വീക്കിലൂടെ ഒരാൾ പോകും, അല്ലെങ്കിൽ എന്തായാലും മിഡ് വീക്കിലൂടെ ഒരാൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ വന്നിട്ട് ഒരാളെ കൈപ്പിടിച്ച് കൊണ്ടുപോകുന്നത് അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വന്നവരുടെ കൂടെ പോകാനും സാധ്യതകൾ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കി തന്നെ കാണേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ലൈവ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ആരെയാണ് ടോപ്പ് 5ലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വരും മണിക്കൂറുകളെ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.